ഏവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. എവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ടോപ്പിക്കിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ഡോക്ടറാണ്. നിങ്ങൾ തമ്മിലും കണ്ടു കാണും. അതായത് ആൻറ്റി ഏജിങ് ഹോമിയോപ്പതിക് മെഡിസിൻ. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൈഡ് എഫക്റ്റ് ഫ്രീ ആണ് എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം, അത് നാച്ചുറലാണ്, ഹോളിസ്റ്റിക്കാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് മെത്തേഡ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിന് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. മെയിനായിട്ട് ആൻറ്റി ഏജിങ് മെഡിസിൻ ഏതാണ് എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് കഴിക്കേണ്ടത്, സാധാരണ വരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ സാധാരണ ഇതിനകത്ത് നോക്കിയപ്പോഴും പല ഡിസ്കഷനിലും അത് പോപ്പപ്പ് ചെയ്ത് വരുന്നതും കണ്ടു. അപ്പോൾ എന്നാൽ അതൊന്ന് ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ അറിവിലെ കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് എന്താണ് സത്യാവസ്ഥ, എന്താണുള്ളത് എന്ന് നോക്കാം. വരും. അതേ തന്നെ പറയാം, ഹോമിയോപ്പതിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള മെഡിസിൻ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ആൻറ്റി ഏജിങ് മെഡിസിൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയില്ല. ഓക്കെ, പക്ഷേ അതിനകത്ത് മെഡിസിൻ ഉണ്ട്. ഹോമിയോപ്പതിയിലുള്ള എല്ലാ മെഡിസിൻസും നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ മെൻ്റൽ സ്ട്രെസ്സാണ് നമ്മുടെ ഏജിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. പിന്നെ വേറെ പല കാര്യങ്ങൾ നമുക്ക് വരുന്ന അസുഖങ്ങൾ, നമ്മുടെ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സുകൾ, സ്ട്രെസ് ഫാക്ടേഴ്സ്, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സ് എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ട്രോമ ഉണ്ടാക്കുന്നതും ഏജ് കൂട്ടുന്നതായിട്ടുള്ള ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ ഇതിനെ കുറയ്ക്കാനായിട്ട് പല മെഡിസിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് മെഡിസിൻ കഴിച്ചു, നല്ല ഉറക്കം കിട്ടി, സ്ട്രെസ്സ് കുറഞ്ഞു, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചു, സൈക്യാട്രിക് മെഡിസിൻസ് കഴിച്ചു, എൻ്റെ പ്രശ്നം മാറി, അങ്ങനൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്കല്ല. ഹോമിയോപ്പതിക് മെഡിസിൻസ് പൊതുവേ ഹോളിസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, അതിനകത്ത് ഈവൻ നമ്മൾ ചെറിയൊരു തലവേദനയായിട്ട് വരികയാണെങ്കിൽ പോലും നമ്മുടെ മാനസികമായിട്ടുള്ള സ്റ്റാറ്റസ് അവിടെ എക്സാമിൻ ചെയ്തിട്ടാണ് സാധാരണ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അതായത് നമുക്ക് ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് വരുന്ന സമയത്താണോ, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും എക്സ്പോഷർ കിട്ടിയിട്ടാണോ ആ തലവേദന വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ സ്പെസിഫിക് ആയത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇന്നലത്തെ എന്തെങ്കിലും ട്രാവലിന് ശേഷമാണോ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടിട്ടാണോ, വേറെ എന്തെങ്കിലും ഒരു ഇവൻറ്റ് നടന്നതിന് ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അതെല്ലാം അതിനകത്ത് കൺസിഡർ ചെയ്യപ്പെടും. ചില ആൾക്കാർക്ക് തലവേദന ഉണ്ടെങ്കിലും അത് മാനസികമായിട്ട് അവരെ തളർത്താറുണ്ട്. ചില ആൾക്കാർക്ക് അത് കോൺസെൻട്രേഷൻ അത് കൂട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടതിനകത്ത് മെഡിസിനിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടാണ് മെഡിസിൻ എടുക്കുന്നത് പറയുമ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇത് നമ്മുടെ ഒരു ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ്, നമ്മുടെ മെൻ്റൽ മേക്കപ്പ്, നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ, ഓക്കെ, നമ്മുടെ നടത്തത്തിന് നമ്മൾ മെഡിക്കലി പറയുമ്പോൾ ഗേറ്റ് എന്നാവും തന്നെ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് അതിനകത്ത് ഹോമിയോപ്പതിയിൽ മെഡിസിൻ വരും. അപ്പോൾ ചെറിയൊരു കാര്യത്തിനായിട്ടാണെങ്കിലും നമ്മളവിടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുന്നത് ബോഡി പെയിൻ, അതിനായിട്ടാണ് നമ്മൾ പോകുന്നതായിരിക്കട്ടെ, അങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ പോലും അവിടെ നമ്മുടെ ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ചെറുതായിട്ട് ആക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. നമ്മളൊരു ഹോമിയോപ്പതിയുടെ ഒരു മെഡിസിൻ എടുക്കുമ്പോഴും കഴിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഹെൽത്തിനെയും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് സന്തോഷവും റിലീഫും, അതായത് നമ്മുടെ അസുഖം മാറുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് സന്തോഷം വരും. പക്ഷെ അത് മാത്രമല്ലാതെ എസ്പെഷ്യലി ഇത് ആപ്ലിക്കബിൾ ആവുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ഹെൽത്ത്, അല്ലേ, മൊത്തത്തിലുള്ള ആരോഗ്യം കൂടുകയാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുകയാണ്, ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് കൂടുകയാണ്. എന്തിൻ്റെ റെസിസ്റ്റൻസ്? എല്ലാത്തിനോടും. ഓക്കെ, മാനസികമായിട്ടുള്ള റെസിസ്റ്റൻസ്, ഫിസിക്കലായിട്ടുള്ള, പിന്നീട് നമുക്ക് അതുപോലൊരു എൻവയോൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ടുള്ള റെസിസ്റ്റൻസ്,
അപ്പോൾ ഇത് എല്ലാ രീതിയിലുമാണ് നമുക്കുണ്ടാവുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറച്ചാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തീർച്ചയായും മൊത്തത്തിൽ നമുക്ക് മാറ്റാൻ വരും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മാറ്റം കണ്ടില്ല എന്നുണ്ടെങ്കിലും ഗ്രാജുവലി ഓവർ പീരീഡ് ഓഫ് ടൈം ഇത് നമുക്ക് പറയാം ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയും സംഭവിക്കാറുണ്ട്. ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. അതായത് കുറേ നാളായിട്ട് അലോപ്പതി എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിരിക്കും നമുക്ക് ചിലപ്പോൾ ഹോമിയോപ്പതിക് മെഡിസിൻസും കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു അക്യൂട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ചിലപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഓവർ പീരീഡ് ഓഫ് ടൈം അവരുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി കൂടുകയും അത് വരാനുള്ള ടെൻഡൻസി കുറയുകയും വന്നു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന ഇൻറ്റൻസിറ്റിയും ബുദ്ധിമുട്ടും കുറയുകയും ചെയ്യാറ് പതിവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ജനറലായിട്ടുള്ള ഹോമിയോപ്പതിയുടെ ഒരു പോഡ്കാസ്റ്റ് പോലായിപ്പോയി. പക്ഷെ പറഞ്ഞത് ആൻറ്റി ഏജിങ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ആൻറ്റി ഏജിങ് തന്നെയാണ് എന്നുള്ളതാണ്. സ്പെസിഫിക്കായിട്ട് നമുക്ക് ആ ഒരു രീതിക്കൊരു മെഡിസിൻ നമുക്ക് പറയാനില്ല. നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻസിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. വൈറ്റമിൻ ഇ ഉള്ള മെഡിസിൻസ് ആൻറ്റി ഏജിങ് ആണ്. പക്ഷേ അതും നമുക്ക് സ്പെസിഫിക്കായിട്ട് പറയാൻ പറ്റും. കാരണം ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എത്ര നാൾ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് നിലനിൽക്കുന്നോ അന്ന് വരെ നമുക്ക് ലീവ് ചെയ്യാനും ത്രൈവ് ചെയ്യാനും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന മെഡിസിനുകൾ ഏതൊക്കെയാണ്? ഞാനൊരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ കാൽക്കരി കാർപ്പ് സാധാരണ വണ്ണമൊക്കെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. ഫൈറ്റിസ് എന്ന് പറയുന്ന മെഡിസിൻ കൊടുക്കുന്നതാണ്. അതുപോലെ ഫോസ്ഫറസ് വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനാണ്. ലൈക്കോപോഡിയം, പൾസാറ്റിൽ, ട്യൂബർക്കുലൻ, ഈ മെഡിസിൻസൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തിരഞ്ഞെടുക്കുന്ന ഹയർ ഡോസിൽ ഇൻഫ്രീക്വൻ്റായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ചില മെഡിസിൻസാണ്. ഓക്കെ, ഇത് തന്നെ പല രീതിയിൽ കൊടുക്കുന്ന രീതികളുണ്ട്. അപ്പോൾ ഈ മെഡിസിൻസ് നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് മൊത്തത്തിലായിരിക്കും മാറ്റം വരും. ജസ്റ്റ് ഒരു ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കത്തില്ല, നമുക്ക് വരുന്ന മാറ്റവും ഓവറോളായിട്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഏജിങ്ങിനെയും എഫക്റ്റ് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യും. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൽ ചില ചാനൽസ് ബ്ലോക്ക് ആയിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബ്ലോക്കേജ് മാറുമ്പോൾ എല്ലാ നന്മകളും അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് മൊത്തം ആ ഒരു ഫ്ലോ കിട്ടുന്നു എന്ന് പറയുന്ന രീതിയാണ് നമ്മൾ ഈ മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഒരു ശരീരത്തിലുണ്ടാകുന്ന ചാനൽസ് മൊത്തം ഓപ്പൺ അപ്പ് ആവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിക് മെഡിസിൻസ് വളരെയധികം പൊട്ടൻറ്റൈസ് ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്തെ ഒരു വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ പറയാം. അതിനെ ഉത്തേജിപ്പിക്കുക, ശരീരം തന്നെ നമ്മുടെ ആ ഒരു ഇഷ്യൂവിനെ ഹീൽ ചെയ്യുക ആണ് സംഭവം. അപ്പോൾ അതിലൂടെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഒരു മെമ്മറി ഡെവലപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കാൻ, സ്ട്രോങ് ആയിട്ടിരിക്കാനും വേണ്ടി നല്ലൊരു പ്രചോദനമാണ് ഹോമിയോപ്പതി. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ മടിക്കേണ്ട, താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക ഗൈസ്. ഞാൻ എത്ര പെട്ടെന്ന് റിപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ഹോമിയോപ്പതി ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം ഉണ്ടാകും. സോ ചെറിയൊരു കാര്യമായിരുന്നു ഒരു ടോപ്പിക്ക് അവതരിപ്പിക്കണമെന്ന് ഉണ്ടായിരുന്നു. കാരണം അത് പല ഡിസ്കഷനിലും ഞാൻ അത് കണ്ടു. ഈ കാര്യം എന്നോട് തന്നെ പല ആൾക്കാരും ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലിയർ ആക്കണമെന്ന് തോന്നിയെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സോ ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ടേക്ക് കെയർ ഗൈസ്. താങ്ക് യു.